ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നല്ല സ്വാദിഷ്ടമായ പുളിഞ്ചി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ വായോ. അപ്പോൾ ഗൈസ്, ഈ നല്ല വാളൻപുളി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആവണം, എന്നാലാണ് നമുക്ക് ഒരു പുളി ലൈനി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇഞ്ചി പച്ചമുളക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചെറുതാക്കി വേണം കേട്ടോ അരിയാൻ. അതേ കണ്ടോ, നമ്മൾ നന്നായി ചെറുതാക്കി എരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി നല്ല ചെറുതാക്കിയിട്ടുണ്ട്. മറ്റേ പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ചൂടാവാൻ വേണ്ടി വെച്ചിട്ടാണ്. ഇതാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ്. ഇഞ്ചി, പച്ചമുളകുണ്ട്, ഉണക്കമുളകുണ്ട്, പിന്നെ കറിവേപ്പില എന്ന് പറയും. പിന്നെ നമ്മളിത് അടുപ്പിലേക്ക് വന്നു. അപ്പോൾ ഇത് നമ്മൾ ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചി നന്നായി ഒന്ന് വറക്കണ്ട, ചെറുതായി ഒന്ന് വഴറ്റി വന്നാൽ മതി കേട്ടോ. നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി ചെറിയൊരു കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് ഇതായാൽ മതി. ഞങ്ങളിപ്പോൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്, അത് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടു. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫുൾ പച്ചമുളക് നമ്മൾ ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇത്ര ആക്കണമെങ്കിൽ ഇത്ര ആക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെറുതാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ കണ്ടോ, നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഇവിടെ വേഗം റെഡി ആവട്ടെ അല്ലേ. നമ്മുടെ താരം അമ്മമ്മ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമ്മമ്മ വറക്കാണ്, നമ്മളെ വറക്കല്ല വയറ്റാണ് ഇഞ്ചിയും ഇതും. പിന്നെ പുളിവെള്ളം നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച പുളിയാണിത്. അപ്പോൾ അതൊക്കെ നന്നായി ഇതിൽ അലിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കത് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഞങ്ങൾ. ഇനി നമ്മുടെ പുളിവെള്ളം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാതെ കണ്ടോ. അപ്പോൾ ഇതൊന്ന് അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് എത്തിയപ്പോൾ ഒന്ന് അരിച്ചിട്ടുണ്ടായിരുന്നു, കാരണം പുളിയുടെ മറ്റേ തൊണ്ടൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ തന്നെ. അപ്പോൾ അതൊക്കെ നമുക്ക് കുരുവൊക്കെ നമുക്ക് അരിച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. കണ്ടോ, ഇനി നമുക്കിത് നന്നായി ഒന്ന് വറ്റി വരണം കേട്ടോ, എന്നാലാണ് നമുക്ക് ശർക്കര ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കായാണ് കേട്ടോ. കായ ചെറിയ പീസ് കായാണ് നമ്മൾ ഇടുന്നുള്ളൂ. ഇത്ര മതി. ഇത്ര ഞങ്ങൾ കുറച്ചുണ്ടാക്കുന്നുകൊണ്ടാണ് കേട്ടോ ഇത്ര ഇടുന്നത്. അപ്പോൾ നല്ല ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും നന്നായി തിളയ്ക്കുന്നുണ്ട് നമ്മുടെ പുളിവെള്ളം. അതിൽ എണ്ണയൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു, വേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണിക്കാൻ മറന്നതാണ്. വേപ്പില ഇട്ടു, പിന്നെ ഉപ്പ് ഇട്ട് നമുക്കിത് എന്ത് ചെയ്യാം, നന്നായി ഇളക്കാം. അമ്മമ്മ ഉപ്പ് കുറച്ച് കൂടിയുണ്ട്, എടുത്ത് മാറ്റാൻ നോക്കിയതാണ്. അതെന്തായാലും ഫീലായിട്ടുണ്ട്. പക്ഷെ ഉപ്പിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കറക്റ്റായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് വറ്റി വരണം നമ്മുടെ പുളിവെള്ളം. അപ്പോൾ ഗായ്സ്, നമ്മുടെ പുളിവെള്ളമല്ല, നമ്മൾ പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, അമ്മമ്മ നിൽക്കുന്നുണ്ട്. അപ്പോൾ നന്നായി വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമുക്കിതിൽ ശർക്കര പാനി ഓൾറെഡി നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ കുറച്ചുണ്ടാക്കുന്നുള്ള, പിന്നെ മധുരം അത്ര ഇഷ്ടമില്ലാത്തവർക്ക് മധുരം കുറച്ച് ആക്കാം. ഞങ്ങളിപ്പോൾ ഈ ശർക്കര പാനി ഒഴിച്ചിട്ടും രണ്ട് കട്ടയോ ഒന്നര കട്ടാട്ടം ശർക്കര അതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും മധുരം അത്രയ്ക്കണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടു. പിന്നെയും ഞങ്ങളിത് കണ്ടു, ഞാൻ പറഞ്ഞില്ല, പിന്നെയും ഞങ്ങൾ കുറച്ചുകൂടി ശർക്കര പാനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
ഗൈസ് ഇതിൻ്റെ ആവി ക്യാമറയ്ക്ക് തട്ടുമ്പോൾ അത്ര ക്ലിയർ വരുന്നില്ല, എന്നാലും കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതേ നമ്മൾ വേറൊരു ചെറിയ ചട്ടി എടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതേ കടുക് പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ക്യാമറ ഒക്കെ ഒന്നും മാറാനാണ്, കാരണം കടുക് പൊട്ടുന്ന കാരണേ എനിക്ക് പേടിയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ഉലുവ ഇട്ടിട്ടു. ഉലുവ ഇട്ടത് കണ്ടോന്ന് എനിക്കറിയില്ല. ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉലുവ നമ്മൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ഇപ്പോഴും എനിക്ക് അത്ര പേടിയായതുകൊണ്ടാണ് ഞാൻ കുറച്ച് നീങ്ങുന്നത്. നമ്മൾ വേപ്പില മറ്റേ ഉണക്കമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ. കണ്ടോ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറ്റിച്ച് വെച്ച് നമ്മുടെ പുളിയിഞ്ചി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്താൽ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ കംപ്ലീറ്റ് ആവട്ടോ. അപ്പോൾ അത് കൊടുന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എനിക്കൊരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ചട്ടകം വെച്ചത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതാണ് ഞാൻ ഇങ്ങനെ ഇളക്കണത് കേട്ടോ. അപ്പോൾ ക്യാമറയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാകും. സോ അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം. സോ ബൈ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.